തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കവുമായി സർക്കാർ. കോർപ്പറേഷനിൽ നിന്നും 200 കോടി രൂപ അടിയന്തരമായി ട്രഷറിയിലേക്ക് മാറ്റാൻ സർക്കാരിന്റെ ഉത്തരവ്. ഫണ്ട് മാറ്റുന്നത് ട്രഷറി നിയന്ത്രണം എന്ന പേരിൽ 6 മാസത്തിനുള്ളിൽ പണം മാറ്റണമെന്നാണ് ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക്. വിശദാംശങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, വലിയ ഒരു തിരിച്ചടിയാണ് LDFന് ലഭിച്ചത്. കോർപ്പറേഷൻ ഭരണം നഷ്ടമായിരിക്കുന്നു. അതിൻ്റെ ഒരു പകപോക്കൽ, ഒരു പ്രകോപനം, അതുതന്നെയാണ് ഈ നീക്കത്തിൻ്റെ പിന്നിൽ എന്നുള്ള വിമർശനം തന്നെയാണോ ശക്തമാകുന്നത്? സർക്കാരിൻ്റെ ഉത്തരവ്, നിർദ്ദേശം സംബന്ധിച്ച വിവരങ്ങൾ കൂടി. തീർച്ചയായും KP സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയമാണ് BJPക്ക് ഉണ്ടായത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇടതുപക്ഷ കോട്ടകളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ വോട്ട് നേടുവാൻ BJPക്ക് സാധിച്ചു. ആ ഭരണത്തിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 200 കോടി രൂപ ഈ തനത് ഫണ്ട് ട്രഷറിയിലേക്ക് വകമാറ്റണമെന്നൊരു ഉത്തരവാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും കൗൺസിലർമാർ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രകടന പത്രിക തന്നെ വലിയ രീതിയിലൊരു പ്രചാരണ ആയുധമാക്കാൻ ഇടതുപക്ഷം ഒക്കെ തന്നെയും ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്ര നാളും ഭരണം നടത്തിയിട്ട് കൊണ്ടുവരാൻ കഴിയാത്ത പല പദ്ധതികളും തങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കുമെന്നൊരു കാര്യം തന്നെ BJP മുന്നോട്ട് വെച്ചിരുന്ന പ്രകടന പത്രികയിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും BJP അതുപോലെ തന്നെ അധികാരത്തിൽ വന്നിരിക്കുന്നു. എന്തായാലും ഇടതുപക്ഷ കോട്ടകളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ചയാവുകയും അതോടൊപ്പം തന്നെ തകർന്നടിയുകയും ചെയ്തത് തന്നെയായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചരിത്ര വിജയം എന്ന് പറയുന്നത്. ആ ഭരണത്തിന് തടയിടാനാണ് ഇപ്പോൾ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയത് എന്നൊരു ആരോപണമാണ് ശക്തമാകുന്നത്. BJP സിറ്റി ജില്ലാധ്യക്ഷൻ കരമന ജയന്തി ഉൾപ്പെടെ വാർത്താ സമ്മേളനം അല്പസമയം മുൻപ് നടന്നിരുന്നു. അതിൽ ഉൾപ്പെടെ പറയുന്നത് ശക്തമായ ഒരു സമര പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. നമുക്കറിയാം, ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഈ പ്രവർത്തനങ്ങളെയൊക്കെ തടയുവാനുള്ള ഒരു പദ്ധതിയുമായി രംഗത്ത് വരുന്നത് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് KP. അധ്യക്ഷ പറഞ്ഞതുപോലെ തന്നെ വികസിത അനന്തപുരി, അത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് തന്നെയാണ് ജനങ്ങളെ ഇന്ത്യയെ സമീപിച്ചത്. ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും പുതിയ ഭരണസമിതി അധികാരത്തിലേറാൻ പോവുകയും ചെയ്യുന്നു. ഇവിടെ അത്തരത്തിലുള്ള ഒരു നീക്കം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതൊന്നും ഫലവത്താകാൻ പോകുന്നില്ല. ആ പ്രതിസന്ധിയൊക്കെ മറികടക്കും, ഈ ആസൂത്രിത നീക്കമൊന്നും വില പോകില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ, ഒരു മറുപടി തന്നെയാണ് BJP നേതൃത്വം നൽകുന്നത്, അല്ലേ? തീർച്ചയായും KP സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രധാനമായും ഏറ്റവും എടുത്തു പറയുന്നത് വ്യക്തമായും കൃത്യമായൊരു പ്ലാൻ. അധികാരത്തിലെത്തിയാൽ എങ്ങനെയാണ് ഈ വികസിത കേരളം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരണം എന്നതിന് കൃത്യവും ശക്തവുമായൊരു പ്ലാൻ നേരത്തെ തന്നെ NDAയുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഈ അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തുമ്പോൾ അവർ എന്തൊക്കെ ചെയ്തു എന്നത് സാധാരണക്കാരായ ജനങ്ങൾ ഓർത്തെടുക്കണമെന്നതും BJPക്ക് വലിയ രീതിയിലുള്ള അതുമായി ബന്ധപ്പെട്ട പ്ലാനുകളും ഉണ്ടായിരുന്നു. ഈ പ്ലാനുകളെയൊക്കെ തന്നെയും തകിടം മറിക്കുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ കണ്ടതാണ്, പല പദ്ധതികളിലും വലിയ രീതിയിൽ അഴിമതി നടത്തുക മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ നിലനിന്നിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെ നടത്തിയത് എന്ന് തന്നെയാണ്. ആ പ്രചാരണ രംഗത്ത് നിന്ന് പോലും ആര്യയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അത്തരത്തിൽ BJPക്ക് ഒരു ചരിത്ര വിജയം ഉണ്ടാവുന്നു. ആ ചരിത്ര വിജയം ഒക്കെ തന്നെയും കോൺഗ്രസുമായി കൂടി ചേർന്നുകൊണ്ടാണ് അത്തരത്തിലൊരു ചരിത്ര വിജയം ഉണ്ടായത്. BJPയുടേത് താൽക്കാലിക വിജയം മാത്രമാണ് എന്ന് പറയുകയാണ് ഇടതുപക്ഷം മൊത്തം നടത്തിയ ഒരു പ്രചാരണ ആയുധം എന്ന് പറയുന്നത്. പക്ഷേ അത്തരത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഭരണത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിരിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ ഈ തുക തിരിച്ചടയ്ക്കണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു കഴിഞ്ഞു. അതായത് തനത് ഫണ്ടിൽ നിന്ന് 200 കോടി രൂപയാണ് സംസ്ഥാന ട്രഷറിയിലേക്ക് അടയ്ക്കണമെന്നൊരു ഉത്തരവ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ്. ഇത്രയും പെട്ടെന്ന്, അതായത് വിഴിഞ്ഞത്ത് ഉൾപ്പെടെ പുതിയ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതായത് സ്ഥാനാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെയും ഇത്തരത്തിലുള്ള പെരുമാറ്റച്ചട്ടമൊക്കെ നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ധൃതി പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഉത്തരവിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നത് എന്ന് തന്നെയാണ്. വലിയ പ്രതിഷേധമാണ് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഈ കാര്യത്തിൽ ഉയർന്നു വരുന്നത്. എന്തായാലും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
സാധിക്കുന്നത്. അത്തരത്തിലൊരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയാൽ ഒന്നും തന്നെ ഈ 50 കൗൺസിലർമാർ നടത്തേണ്ട ഭരണങ്ങൾക്കൊന്നും തന്നെ ഒരു കോട്ടവും ഉണ്ടാവില്ല എന്നത് തന്നെയാണ് BJP ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. KP.